സ്കിപ്പ് ചെയ്ത പോലെ, കാരണം നമുക്കൊരു അടിപൊളി ഗീവ് അവേ വരുന്നുണ്ട്. ഞാൻ എന്തായാലും പെട്ടെന്ന് പറയാം. എല്ലാ വീഡിയോസിലും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. കാരണം വ്യൂ ഡ്രോപ്പ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഈ ഒരു ഗീവ് അവേൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു വീഡിയോ സ്റ്റെക്കായി കിടക്കുന്നതുകൊണ്ടാണ് വരുന്ന ഓരോ വീഡിയോസിലും ഞാൻ ഈ ഒരു ഗീവ് അവേൻ്റെ കാര്യം എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ്, നഷ്ടപ്പെടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ഒരുപാട് ഗീവ് അവേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. അപ്പം ഗീവ് അവേ നമുക്ക് അനൗൺസ് ചെയ്യുന്നത് എന്തായാലും 10K സബ്സ്ക്രൈബർ ആവുന്ന സമയത്താണ്. നിങ്ങളൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് 10K സബ്സ്ക്രൈബറിൽ എത്തിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഗീവ് അവേൻ്റെ കാര്യങ്ങളൊക്കെ ഏത് വീഡിയോയിലാണ് നമ്മൾ കൂടുതലായിട്ട് കമൻറ്റ് ഇടേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കമൻറ്റ് ഇട്ടോളൂ. നമ്മളെന്തായാലും 10K സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് ആ ഒരു വിന്നറിനെ എന്തായാലും അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഗീവ് അവേൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മളിന്ന് വരച്ചെടുത്തിട്ടുള്ളത് ഒരു കഥകിൻ്റെ രൂപമാണ് കേട്ടോ. ഇപ്പം എന്താ ഓണം കഴിഞ്ഞില്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ വരയ്ക്കാനും തോന്നിയത് വേറൊന്നല്ല, ഓണത്തിന് എന്തൊക്കെയോ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നടാ. പക്ഷേ ആ ടൈമിൽ നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ലല്ലോ. അതുകൊണ്ട് ആ സങ്കടം മാറ്റാൻ വരച്ചതാണ്.